ഇന്ന് നമ്മൾ കണ്ണൂരിലും തലശ്ശേരിയിലൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കണ കല്ലുമ്മക്കായ നിറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് വൈകുന്നേരം മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലെയും രാത്രിയും ഉച്ചക്കും എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുള്ളൂ അപ്പോഴൊക്കെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഫ്രഷ് ആയിട്ടുള്ള കല്ലുമ്മക്കായ വാങ്ങിക്കുന്നത്. നമുക്കിതിൻ്റെ ഷെല്ലൊക്കെ കുറച്ച് എസ്തെറ്റിക് ആണല്ലേ. ഞാനിപ്പോൾ ഈ കല്ലുമ്മക്കായ നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെല്ലും കൂടെ ക്ലീൻ ചെയ്യാൻ നോക്കണം, കാരണം ഇത് ഷെല്ലടക്കമാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇവിടുത്തെ കല്ലുമ്മക്കായ നമ്മുടെ നാട്ടിലത്തെ കല്ലുമ്മക്കായനായിട്ട് കമ്പയർ ചെയ്യുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറാണ്, പക്ഷെ നാട്ടിലത്തത് നല്ല പീക്കോക്ക് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനൊക്കെ അല്ലേ കളറ്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചതിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങും കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പത്തിരിപ്പൊടിയും ചെറിയുള്ളിയും തേങ്ങയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഈ ഒരു കൺസിസ്റ്റൻസി, കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞാൽ അത്രയും നല്ലത്. എന്നിട്ട് ആ ഒരു ഫില്ലിങ് നമ്മുടെ കല്ലുമ്മക്കായയുടെ ഉള്ളിൽ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതിയാവും. ഇത് കല്ലുമ്മക്കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്ലുമ്മക്കായ നിറച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷെല്ല് ഇതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കളയാം. നിങ്ങളെൻ്റെ കല്ലുമ്മക്കായ കണ്ടിട്ട് രസമില്ലാന്നൊന്നും വിചാരിക്കേണ്ട, ഭയങ്കര ടേസ്റ്റായിരുന്നു. കാണാൻ അത്ര വലിയ രസമില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഒന്ന് നമുക്ക് കളയാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് ചെയ്യണത് എല്ലാത്തിൻ്റെയും ഷെല്ല് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് കുറച്ചൊന്ന് ശ്രദ്ധയോടെ ചെയ്യണം, കാരണം ഇതിൻ്റെ ഫ്ലഷ് ആ ഒരു അരിയിൽ നിന്ന് സെപ്പറേറ്റായി പോവാതെ നോക്കണം. എന്നാലേ നമുക്ക് കഴിക്കുമ്പം അതിങ്ങനെ കടിക്കാൻ പറ്റുള്ളൂ, ഒരു കല്ലുമ്മക്കായ നമുക്ക് കടിക്കാൻ കിട്ടുള്ളൂ. അപ്പം ഞാനിതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു വേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഓരോന്നും ഇങ്ങനെ 1 ബൈ 1 ആയിട്ട് ചെയ്യാൻ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി അത് നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല, കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കാനുള്ള നല്ല ചാൻസും ഉണ്ട്. അപ്പം ഭയങ്കര ക്ലീൻ ആയിരിക്കണം നമ്മുടെ കല്ലുമ്മക്കായ. ഇതേ കണ്ടില്ലേ, കാണാനും ലുക്കില്ലെങ്കിലും ക്ലീനാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടല്ലോ, ഈ ഒരു കല്ലുമ്മക്കായനെ നമുക്ക് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത ഈ ഒരു വെള്ളത്തിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് നമ്മുടെ ഈ കല്ലുമ്മക്കായ 1 ബൈ 1 ആയിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് റെഡി ആവുന്നതായിരിക്കും. അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കല്ലുമ്മക്കായയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ്, അപ്പുറത്തെ സൈഡ് 10 മിനിറ്റ് വേണം നിർബന്ധമില്ല, ഒരു 5-6 മിനിറ്റ് കൊണ്ട് അതും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇത് ശരിക്കുമില്ലേ ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഈ തലേന്നത്തെ ചോറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അരച്ചാൽ, ഒരുപാട് അരക്കാതെ നമുക്ക് അതിൻ്റെ ഒരു ചോറ് കടിക്കാനും കൂടെ കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ അമ്മ സ്കൂൾ വിട്ട് വരുമ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ എപ്പോഴും ഒരു പൊതി ഉണ്ടാവും. അതിൽ മിക്കപ്പോഴും ഈ ഒരു കല്ലുമ്മക്കായ നിറച്ചതായിരിക്കും. ഇത് ഞാനും എൻ്റെ അനിയനും അടിയായിരിക്കും. അപ്പം അതൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടുന്ന് കഴിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കല്ലുമ്മക്കായ്ക്ക് നാട്ടിലത്തെ കല്ലുമ്മക്കായുടെ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ അത് വിചാരിച്ച് ഈ ഒരു കല്ലുമ്മക്കായ നിറച്ചത് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്